ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തീരദേശ പ്രദേശമായിട്ട് പോലും കേരളത്തിലെ മത്സ്യ ആവശ്യത്തിൻ്റെ 1/3 അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഒരു വർഷം മലയാളി ശരാശരി 27 കിലോഗ്രാം മത്സ്യമാണ് കഴിക്കുന്നത്. കേരളത്തിൽ ധാരാളം ജലാശയങ്ങളുണ്ടെങ്കിലും ശുദ്ധജല മത്സ്യത്തിൻ്റെ വളർത്തലും വളരെ കുറച്ചു മാത്രമേ നടക്കുന്നുള്ളൂ. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ മേഖലയിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ആരോഗ്യപരമായ കാരണങ്ങളാലും മത്സ്യം മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തു ആയതുകൊണ്ടും കടലിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും മീനിൽ ധാരാളം രാസപദാർത്ഥങ്ങൾ ചേർത്ത് ലഭ്യമാക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടും അവരവരുടെ വീട്ടിലോ തൊട്ടടുത്ത് വാണിജ്യാടിസ്ഥാനത്തിലോ മത്സ്യം അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സന്ദേശ് വൺ പദ്ധതി വഴിയൊരുക്കുന്നു. ഏറ്റവും കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. വെള്ളം ശുദ്ധീകരിക്കാൻ എയറേറ്റേഴ്സ്, വെള്ളത്തിൽ അടിയുന്ന അഴുക്കുകൾ നീക്കം ചെയ്യുവാൻ ഫിൽറ്ററുകൾ, അക്വാപോണിക്സ് എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. മീനിന് അസുഖം വരാതിരിക്കാനായി പ്രത്യേകം മരുന്നുകളും പ്രോബയോട്ടിക്കുകളും നൽകുന്നു. പൂർണ്ണമായും ഓർഗാനിക്കായി മത്സ്യം വളർത്താവുന്നതാണ്. പ്രധാനമായും ഗിഫ്റ്റ്, റെഡ് ബെല്ലി, കരിമീൻ എന്നീ മീനുകളാണ് ഇത്തരത്തിൽ വളർത്താവുന്നത്. നിലവാരമുള്ള ഫ്ലോട്ടിംഗ് ഫീഡ്സ്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനായി എക്വിപ്മെൻറ്റ്സ് എന്നിവയും ഉപയോഗിക്കുന്നു. ഈ സംവിധാനം എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദേശ് വൺ പ്രവർത്തിക്കുന്നത്. നിരവധി സർക്കാർ ഏജൻസികളും ഈ പദ്ധതിക്ക് വേണ്ടുന്ന സാങ്കേതിക സഹായം നൽകുന്നുണ്ട്.